ക്രാഫ്റ്റ് ചെയ്യാം. രാവിലെ തന്നെ ചാരുകസലിരുന്ന് പത്രം വായിക്കുന്ന സുഖം അതൊന്നും വേറെ തന്നെയാണ്. എന്നാൽ ബാംബു പ്രൊഡക്റ്റ് വീട്ടുകൾ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാവണം ഇതുപോലുള്ള ചാരുകസേരക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു പടി റേറ്റ് കൂടുതലാണ്. എന്നാൽ നമുക്ക് ഇതുപോലൊന്ന് വീട്ടിലുണ്ടാക്കിയാലോ? വരും. ഡ്രോയിങ് റെഡിയാണ്. ഓരോ പാർട്സുകളെയും നമുക്ക് നമ്പർ ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. മാർക്ക് ചെയ്ത 4 പാർട്സിനെയും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് പാർട്ട്, നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി രണ്ടറ്റത്തും 2 വീതം സപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 46.5 ഇഞ്ചാണ്. സെക്കൻഡ് പാർട്ട്, ഇതിൻ്റെ വിഡ്ത്ത് 24 ഇഞ്ചാണ്, ലെങ്ത്ത് 60 ഇഞ്ചുമാണ്. തേർഡ്, സപ്പോർട്ടിംഗ് പാർട്ട് ലെങ്ത്ത് 31 ഇഞ്ച്. ഫോർത്ത്, ഡ്രോയിങ് പ്രകാരമുള്ള അളവുകളിൽ നമുക്ക് മുറിച്ചെടുക്കാം. ആവശ്യമായ അളവുകളിൽ മുള മുറിച്ചെടുത്തിട്ടുണ്ട്. ഡ്രോയിങ് പ്രകാരം നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുമ്പോൾ സൈഡുകൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ഹോൾസ് ഉണ്ടാക്കേണ്ടത്. ഹോൾസ് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് സെൻറ്ററിൽ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ഹോൾസുകളും ഉണ്ടാക്കിയെടുക്കാം. ലെഫ്റ്റ് സൈഡിലെ പീസിൽ നമ്മൾ 2 ഹോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ഉണ്ടാക്കിയെടുക്കണം. മുളയുടെ 2 സൈഡിലും വീതി വ്യത്യാസമായിരുന്നാൽ നമുക്ക് ആദ്യം എക്സാക്റ്റ് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്യേണ്ട റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് ഓൾറെഡി കട്ട് ചെയ്ത ഹോളിൻ്റെ സെൻറ്ററിന് കണക്കായിട്ടുള്ള സെൻറ്റർ പോയിൻ്റ് അടുത്ത റൈറ്റ് സൈഡിലുള്ള പീസിന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം.
ഇതേപോലെ സെക്കൻഡ് ഹോൾസിന് മാർക്ക് ചെയ്യാം. മുളയുടെ ലെങ്ത് വൈസുള്ള സെൻറ്റർ ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഹോൾസ് മാർക്ക് ചെയ്യേണ്ട കറക്റ്റ് സെൻറ്റർ പോയിൻറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 1 ലെഫ്റ്റ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ലെഫ്റ്റിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1 റൈറ്റ് 1 ആറ് ഈ വിഡ്ത്തിലാണ് നമ്മൾ റൈറ്റ് സൈഡിലെ മുളയുടെ മുകളിൽ ഹോൾസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ക്രോസ് ചെയ്യുന്ന 2 ലൈൻസിനും സെൻറ്ററായി വെച്ചുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിലെ ഫസ്റ്റ് മാർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള റൗണ്ടുകൾ മാർക്ക് ചെയ്തുകൊണ്ട് ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് പീസ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഔട്ടർ വിഡ്ത്ത് അളന്ന് നോക്കിയിട്ട് വേണം ഇനി ഉണ്ടാക്കേണ്ട ബാക്കി 2 പീസിൻ്റെയും വിഡ്ത്ത് തീരുമാനിക്കാൻ. എങ്കിൽ മാത്രമേ ഈ ചെയർ കറക്റ്റായി നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജോയിൻറ്റ് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി മുളയുടെ ആണികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലെ വാതിലുകളും ജനവാതിലുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവയുടെ ജോയിൻറ്റുകൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി മരത്തിൻ്റെ ആണികളാണ് ഉപയോഗിക്കുന്നത്. ഡ്രോയിങ് പ്രകാരമുള്ള 3 പാർട്സുകളും റെഡിയാണ്. ഈ 3 പാർട്സുകളും ചേർത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. 1 മീറ്റർ ഹൈറ്റിൽ ഈ പീസ് ചുമരോട് ചേർത്ത് വെക്കാം. മിനുസമുള്ള തറയായതിനാൽ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ഉള്ള വല്ലതും വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒരു സ്പീക്കറാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അടുത്ത ഫ്രെയിം ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ഹൈറ്റ് അറിയാൻ വേണ്ടി നമുക്കൊരു ചെയർ ഉപയോഗിക്കാം. ഒരു നോർമൽ ചെയറിൻ്റെ ഹൈറ്റിനേക്കാളും ഒരു പടി താഴ്ത്തി ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്യാം. ബാക്ക് സൈഡിൽ സപ്പോർട്ടിംഗ് പാർട്ട് കൂടി വെച്ച് കൊടുക്കാം. ഇവിടെയും നട്ടും ബോൾട്ടും ചെയ്യാനുള്ള ഹോൾസ് വേണം. ലാസ്റ്റ് ഫിറ്റ് ചെയ്ത സപ്പോർട്ടിംഗ് ഫ്രെയിമിനെ താങ്ങി നിർത്താൻ വേണ്ടി ഇവിടെ നമുക്ക് സ്റ്റാൻഡുകൾ വേണം. മുള ഉപയോഗിച്ചുകൊണ്ടോ എൽ ക്ലാമ്പ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ലോഡ് വരുമ്പോൾ മുളയുടെ അറ്റം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സ്ട്രോങ് ആയി കെട്ടിയെടുക്കാം.
ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. ടൂൾസൊക്കെ റെഡിയാണ്. അങ്ങനെ ഫ്രെയിമിൻ്റെ ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ട്രോങ് ആയ നൈലോൺ സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ ഫിറ്റ് ചെയ്യാനും അല്ലാത്തപ്പോൾ അഴിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് റെഡിയാക്കിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച മുളയുടെ പീസുകൾ നൈലോൺ സ്ട്രാപ്പിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. റിവറ്റിംഗ് ചെയ്തുകൊണ്ടോ നട്ടും ബോൾട്ട് വെച്ച് ഉപയോഗിച്ചുകൊണ്ടോ ഫിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സ്ട്രോങ്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുത്ത് ചൂണ്ടയിടാൻ ഉപയോഗിക്കുന്ന നൂല് കൊണ്ട് തുന്നിയെടുത്ത് സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനൊരു നൂലുള്ളതായിട്ട് അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽ പെടുകയില്ല. മാത്രവുമല്ല ഇത് വളരെ സ്ട്രോങ്ങുമാണ്. ഇതുപോലെ ക്രോസായി തുന്നിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മുളയുടെ ചേർത റെഡി ആയിരിക്കുകയാണ്. താഴത്തുള്ള മുളയുടെ ഈ പീസ് മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ബെഡിന് പകരം തുണിയുടെ ഒരു ബെഡ് വേണമെങ്കിൽ മാറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സ്പോഞ്ചിൻ്റെ പില്ലോ കൂടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോയിൻറ്റുകളും നട്ടും ബോൾട്ടും വെച്ച് സ്ട്രോങ് ആണ്. എൻഡുകൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കയറ് കൊണ്ട് സ്ട്രോങ് ആയി കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.